സീതയെ മോഹിപ്പിച്ച പൊന്മാൻ. സീത പർണശാലയുടെ മുറ്റത്ത് നിന്ന് പൂക്കൾ ഇറക്കുകയായിരുന്നു. ആ സമയത്ത് മനോഹരമായ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു മാൻ ഓടിച്ചാടി കളിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തെത്തി. അപൂർവമായ ആ മാനിന്റെ ഭംഗി കണ്ട് സീത അത്ഭുതപ്പെട്ടു. മാനിന്റെ ശരീരം സ്വർണ്ണവർണ്ണമാണ്. വിലാസഗതികളോടെ മാൻ സീതയുടെ അടുത്ത് വന്നു നിന്നു. ഇണക്കമുണ്ടെന്ന് തോന്നിക്കും വിധമായിരുന്നു അതിന്റെ നിൽപ്പ്. സീത അതിനെ പിടിക്കാൻ ഭാവിച്ചു. എന്നാൽ അത് പിടികൊടുക്കാതെ മാറി കുറച്ചു ദൂരം പോയി നിന്നു. ഏറെ ശ്രമിച്ചിട്ടും അതിനെ പിടിക്കാൻ സീതയ്ക്ക് കഴിഞ്ഞില്ല. ദേവി പർണശാലയുടെ അകത്തിരിക്കുന്ന രാമനെ വിളിച്ച് അപേക്ഷിച്ചു. അങ്ങ് ഇതിനെ എനിക്ക് പിടിച്ചു തരണം. സീതയുടെ അപേക്ഷ കേട്ട് രാമൻ വില്ലും അമ്പും കയ്യിലെടുത്ത് മാനിന്റെ പിന്നാലെ ഓടി. മാൻ പിടികൊടുക്കാതെ മുന്നിലും രാമൻ പിടിച്ചേ അടങ്ങൂ എന്ന വിചാരത്തോടെ പിന്നിലും ഓടി. പർണശാലയുടെ വളരെ ദൂരം വരെ മാൻ രാമനെ ആകർഷിച്ചു കൊണ്ടുപോയി. ലോകത്തിൽ പൊന്മാനുകൾ ഉണ്ടാവുകയില്ലെന്ന് രാമനെ അറിയായികയല്ല. പത്നിയുടെ ആഗ്രഹം കണ്ടപ്പോൾ അത് നിഷ്പ്രയാസം സാധിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു വസ്തുവിലും ആശയില്ലാത്ത സീതയ്ക്ക് പൊന്മാനിനെ കിട്ടിയാൽ കൊള്ളാമെന്നും ചിന്താശീലനായ രാമന് മുൻപും പിൻപും ആലോചിക്കാതെ അതിനെ പിടിക്കണമെന്ന വിചാരം ഉണ്ടാവുകയും വിനാശകാലത്ത് മനുഷ്യനുണ്ടാകുന്ന വിപരീത ബുദ്ധി കൊണ്ട് മാത്രമാണ്. ഈ പൊന്മാൻ ശരിക്കും രാക്ഷസനായ മാരീചനായിരുന്നു. രാമൻ ആ മാനെ അമ്പെയ്തു. മരിക്കുന്നതിന് മുൻപ് രാമന്റെ ശബ്ദത്തിൽ ആ രാക്ഷസൻ കരഞ്ഞു. ഇത് കേട്ട് ഭയന്ന സീത ലക്ഷ്മണനോട് രാമനെ അന്വേഷിച്ചു പോകാനായി ആവശ്യപ്പെട്ടു. പക്ഷേ ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠന്റെ കൽപ്പനയനുസരിച്ച് സീതാദേവിയെ കാക്കാനായി അവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി. പക്ഷേ സീതയുടെ പരിഭ്രാന്തി കണ്ട് ഒരു വഴിയുമില്ലാതെ ലക്ഷ്മണൻ പോകാനായി ഒരുങ്ങി. പോകുന്നതിന് മുൻപായി ലക്ഷ്മണൻ ആ പർണശാലയുടെ ചുറ്റും ഒരു ലക്ഷ്മണ രേഖ തീർത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം സീതയോടായി ആവശ്യപ്പെട്ടു, എന്ത് കാരണവശാലും താനും ജ്യേഷ്ഠനും തിരികെ വരുന്നതുവരെ ആ ലക്ഷ്മണരേഖ ബന്ധിച്ചു പുറത്തേക്ക് പോകരുതെന്ന്. ലക്ഷ്മണൻ പോയ ഈ തക്കം നോക്കിയാണ് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ സീതയുടെ അടുത്തെത്തി ഭിക്ഷ യാചിക്കുന്നതും അങ്ങനെ സീതാദേവിയെ ആ പർണശാലയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതും.